ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ആൽമസ്കറ്റ് ഫാമിലി വ്ളോഗിലെ നീണ്ട നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക്. സമയം ഏകദേശം 9:15. അളിയനും അമ്മയും ചേച്ചിയും പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട്. ചേച്ചി വന്നിട്ടില്ല, ചേച്ചി വരുന്നേ ഉള്ളൂ. ആകാശം കണ്ടോ, നല്ല നീലാകാശ പച്ചക്കടൽ, നല്ല പുഴുത്ത വെയിൽ, നല്ല വെയിലുണ്ട് പുറത്ത്. 9:15 വെയിലാണ്. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ സെൽഫി എടുക്കുവാന്ന് വിചാരിച്ച് ചേച്ചി ഒന്ന് ക്യാമറ നോക്കിയപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കുവാന്ന് വിചാരിച്ച് പോസൊക്കെ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമെന്നുള്ള കാര്യം മറന്നുപോയി. അങ്ങനെ നമ്മൾ സിഗ്നലിൽ വന്ന് പെട്ടിരിക്കുകയാണ്. വോയിസ് ഫസ്റ്റ് സിഗ്നൽ അടിച്ച് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ സിഗ്നൽ കിട്ടി. സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മളെല്ലാവരും കൊണ്ട് ഫാമിലി ട്രിപ്പായതുകൊണ്ട് ഫാമിലി വ്ളോഗിൽ വന്നതേ ഉള്ളൂ. സോളോ ആയിരുന്നെങ്കിൽ എൻ്റെ മറ്റേ ചാനലിൽ വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്പലം നമ്മൾ ഓൾറെഡി ഈ ചാനലിലും കാണിച്ചിട്ടുണ്ട്. ഷോർട്സിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ വീഡിയോ വന്നിട്ടുള്ളത്. അതല്ലാണ്ട് നമ്മുടെ മറ്റേ വ്ളോഗ് ചാനലിലും ഓൾറെഡി 2-3 തവണയൊക്കെ വീഡിയോ വന്നിട്ടുള്ളതാണ്. ആ അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മളൊരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട്, ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ 9:15 എന്താണ് ഇത്ര പോകുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്. അതായത് മലയാള മാസം വെച്ച് നോക്കുമ്പോൾ ഉള്ള പിറന്നനാൾ, ജനിച്ച ദിവസം, അതായത് എന്താണ് നമ്മുടെ നാൾ വരുന്ന ദിവസമാണ് ഇന്ന്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടെ 8:45 നട തുറക്കുമെന്ന് പറഞ്ഞ രണ്ടാമത്. അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണ് ഈ സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ പോകുന്നതാണ്. ഈ 8:45 നട തുറക്കും എന്നറിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. പിന്നെ ഈ നമ്മുടെ ഒമാനിൽ അല്ലെങ്കിൽ മസ്കറ്റിൽ എനിക്ക് തോന്നുന്നു ഈ 2 അമ്പലമാണെന്ന് തോന്നുന്നു. കേൾവി. എനിക്ക് വേറെ അമ്പലമൊന്നും ഇവരാരും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഉണ്ടെങ്കിൽ എന്നെ ആരും കൊല്ലരുത്. ഇവിടെ എന്തോ ഒരു സാധനം അത് കണ്ടുകൊണ്ട് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിലൊരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയാം. അല്ല, ഇവിടുത്തെ കോളിംഗ് ആപ്പാണ്, അല്ലെങ്കിൽ മറ്റേ സിമ്മാണ് നമ്മുടെ റെന്ന എന്ന് പറഞ്ഞ്. അതായത് ഇവിടെ ഫ്രണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മുടെ കയ്യിലുള്ള സിമ്മ്. അതുപോലെ തന്നെ റെന്ന ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സിമ്മുകളെന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ എയർടെൽ, ഐഡിയ, ജിയോ എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ വിദൂരതയിലൊരു മറ്റേ മിഷനറി കിടപ്പുണ്ട്, അതായത് ഹെവി എക്യുപ്മെൻറ്റ്. നമ്മുടെ മാൻ്റെ എന്തോ വണ്ടിയാണ്, ലോറി മീൻസ് ആ ലോറിയിലാണ് ആ സാധനം ഇരിക്കുന്നത്. മാൻ്റെ വല്ല എക്യുപ്മെൻ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ. എന്തായാലും തൊഴുതിട്ട് വരാം. നമ്മളങ്ങനെ തൊഴുതിറങ്ങി. ദൈവപ്രത്തെ പ്രസാദം കാണിച്ചാണ്. പിന്നെ ഇവിടെ നിറയെ പ്രാവുകളുണ്ട്. അതുങ്ങളിങ്ങനെ നമ്മുടെ അടുത്ത് വരും. പേടിയൊന്നുമില്ല. പക്ഷേ ഇത് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രസാദം കൊത്തി തിന്നാണ്. പക്ഷേ അത് കൊടുക്കരുതെന്ന് ഞാൻ ഇരിക്കണതിന് തൊട്ട് മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇരുന്നാണ് നമ്മൾ ഈ പരിപാടിയും കൂടെ ചെയ്യണം. ഭക്തജനങ്ങൾ പ്രാവിനൊന്നും പ്രസാദം കൊടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങി പോവാണ്. കൊച്ചി അവിടെ ഇരുന്ന് പാൽ കുടിക്കുന്നുണ്ട്. അമ്മ പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിന്. ചേച്ചി ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു. ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി. നമ്മളിതുവരെ പോയില്ല. നമ്മളപ്പോൾ ഷോപ്പിംഗ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റൂട്ടൊക്കെ അടിപൊളി. ഇങ്ങോട്ട് വന്ന റൂട്ടും അടിപൊളിയാണ്. ഈ അമ്പലത്തിലേക്ക് വന്ന 2 അമ്പലത്തിലേക്ക് പോകുന്ന ആ റൂട്ടുകൾ നല്ല രസമാണ്. പിന്നെ ഈ വഴിക്കാണ് നമ്മുടെ കൊട്ടാരം ഉള്ളത്. പിന്നെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. കണ്ട ഇവിടെ 2 സൈഡിലും ഇങ്ങനെ കുറച്ച് പൂക്കളും കായ്ക്കളും ചെടികളൊക്കെ ആയിട്ടുള്ള നല്ല ഹരിതാഭ്യം പച്ചപ്പൊക്കെ പിടിച്ചിരിക്കുന്ന നല്ല രസമാണ്. പിന്നെ ഇവിടെ അടുത്തൊന്നും കറങ്ങാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊന്നും ഇല്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം എനിക്ക്. നമുക്കൊക്കെ ഏകദേശം ഒരു 100 കിലോമീറ്റർ വരെ പോകണ്ട. പിന്നെ ആലപ്പുഴക്കാർക്ക് പ്രത്യേകിച്ച് അത്ര കറങ്ങാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നും പോകണ്ട. നമുക്ക് തന്നെ കൈനഗിരി കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ഒരു ആലപ്പുഴക്കാരന് ഒട്ടും പോകണ്ട. 4-5 ബീച്ച്, 6 ബീച്ചോളം കണ്ട് എനിക്ക് തന്നെ പറ്റിയ കിടപ്പുണ്ട്. എനിക്ക് വീടിൻ്റെ അടുത്തുനിന്നൊരു 8, 9, 10 കിലോമീറ്റർ പറ്റയിൽ ഒരു 3-4 ബീച്ച് കിടപ്പുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടനാട്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൈനഗിരി ഉണ്ട്. ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു അതിലും അടുത്ത് തന്നെ നമ്മുടെ കണ്ണങ്കര, തണ്ണീർമുക്കമൊക്കെ കിടക്കുന്നത്. അങ്ങനെ അടുത്ത് തന്നെ ഒരുവിധം നിറയെ സ്പോട്ടുകൾ നമുക്കുണ്ട്. പിന്നെ ഹൈ റേഞ്ച് പിടിക്കണമെങ്കിൽ ഒരു 200 കിലോമീറ്ററിനുള്ളിൽ എന്തായാലും 200 ഒരു 70-80 കിലോമീറ്ററിനുള്ളിൽ മൂന്നാർ ആ ഒരു ഏരിയയിൽ കിടപ്പുണ്ട്. അതിനെല്ലാം ആ ഒരു റേഞ്ചിലാണ് നമുക്ക് അടുത്തടുത്തൊരു 300 കിലോമീറ്റർ താഴെ ഒരുവിധം എല്ലാ കിടിലം സ്പോട്ടുകളും നമുക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല കിടിലം സ്പോട്ടുകളൊക്കെ ഒരു 100-200 കിലോമീറ്റർ ദൂരമെങ്കിലും പോകണം. കാരണം ഇവിടെയൊക്കെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കുറേ മറ്റേ നമ്മുടെ അവിടെ കാണുന്ന പോലെ തന്നെ ഈ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കൊട്ടാരം.
ആ കൊട്ടാരം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീട്ടിൽ വേറെ എന്തോ പറഞ്ഞത് മ്യൂസിയം എന്നാന്ന് തോന്നുന്നു പറഞ്ഞത്. ഇത് അതാണ് കൊട്ടാരം. പിന്നെ ഇവിടെ തന്നെയാണ് മറ്റേ പോർട്ട്. ഇതാണ് മത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട ഈ എൻട്രി ആകുന്ന സ്ഥലത്ത് തന്നെ അവിടെ ഫിഷ് മാർക്കറ്റ്, പിന്നെ ഇവിടെ നമ്മുടെ ഹാർബറല്ല കപ്പലൊക്കെ ഇടുന്നൊരു സ്ഥലം. സംഭവം ഹാർബർ പോലത്തേക്ക് ഒരു സെറ്റപ്പാണ്. ഈ ഒരു സ്ഥലം പൊളിയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ്, മീൻസ് ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ മസ്കറ്റിൽ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അവിടെ എന്തോ ഒരു കപ്പലൊക്കെ കിടപ്പുണ്ട്. അതിപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അന്നേരം ഇവിടെ നല്ല ആളാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെപ്പോഴും ഈ റൂട്ട് വരുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചിട്ടുള്ളതാണ്. എങ്കിലും പിന്നെയും കാണിക്കണമെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ ഒരു റൂട്ടൊക്കെ കാണാൻ ഈ ഒരു ഏരിയയൊക്കെ കാണാൻ കൊള്ളാം. നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് ആ ബോൾഗാട്ടി അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൾഗാട്ടി അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പച്ചാളമൊക്കെ പോകുന്ന റൂട്ടുണ്ട്. അതൊക്കെ പോലത്തെ നല്ല കിട്ടുന്ന സ്പോട്ടുകളാണ് ഇവിടെ മുഴുവൻ. പിന്നെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ നല്ല രസമാണ്. മറ്റേ പുല്ല് മൈതാനിയും പിന്നെ നല്ല മരങ്ങളൊക്കെ വെച്ചു, മരങ്ങളും ചെടികളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് സംഭവം കാണാനായിട്ട്. ഈ വൈകിട്ടൊക്കെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നടപ്പാത പോലത്തൊക്കെ ഉണ്ട്. അതിലെ കൂടെയൊക്കെ ഈ വൈകിട്ട് വന്ന് നടക്കാൻ നല്ല രസം. ഇപ്പം നടന്നു കഴിഞ്ഞാൽ നല്ല പൊളിയായിരിക്കും. അൽഫാമിന് ഗ്രില്ലടിച്ച പോലെ കത്തിയിരിക്കും. അല്ല, ഈ ഒരു റൂട്ടൊക്കെ നല്ല രസമുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേയൊക്കെ എനിക്ക് എടുത്തിട്ടില്ല എന്നും തോന്നുന്നു. ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടുത്തിട്ടുള്ള പോലെയാണ്. കാര്യം നമ്മളിങ്ങനെ എടുത്തെടുത്ത് വിടുന്നേ ഉള്ളൂ പെട്ടെന്ന്. അല്ല, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും മലയും കുന്നും പിന്നെ കുറച്ച് പച്ചപ്പ്. അല്ലാണ്ട് നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്തൊക്കെ ഇതുപോലെ പച്ചപ്പൊന്നുമില്ല. കുറേ ഉണങ്ങി നിൽക്കുന്ന പുല്ലും ഉണങ്ങി നിൽക്കുന്ന മലയാണ്. ഇവിടെ ഇങ്ങോട്ട് ഇച്ചിരി വരുമ്പോഴത്തേക്ക് ഈ പുല്ലും മറ്റേ പനയൊക്കെ ഉള്ള കാരണം അങ്ങനത്തെ ഒരു രസമുണ്ട് കാണാനായിട്ട്. കണ്ടതേ അവിടെ ഉണങ്ങി നിൽക്കുന്ന മലയും ഇവിടെ ആയിട്ട് ഒരു പുൽമൈതാനിയും പിന്നെ ഇവിടെ നമ്മുടെ ഈന്തപ്പഴം ഈന്തപ്പഴമല്ല ഈന്തപ്പന, അതിൽ നിന്നാണല്ലോ ഈന്തപ്പന കിട്ടുന്നത്. കണ്ട ഇവിടെ മൊത്തം ഈന്തപ്പന. ഇതൊക്കെ മറ്റേ കാഴ്ച നിൽക്കുവാണ്, നിറച്ചുണ്ട്. ഇപ്പം ഇതാണ് ഇതിൻ്റെ സീസണായിരിക്കും. നമ്മുടെ അവിടെ ഞാൻ കുറേ കണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നമ്മുടെ ഇടവഴികൾ തേടിയുള്ള സീരീസിനകത്തത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടത് പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ നിൽക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ നിൽപ്പുണ്ട് പന. അങ്ങനെ നമ്മൾ വീണ്ടും ഏതൊക്കെയോ ഇടവഴിയിലൊക്കെ കൂടെ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ ആളുകൾ ഇവിടെ നിന്ന് പരിചയമുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. കണ്ടോ, ഈ അമ്പലത്തിലേക്ക് വരുന്നൊരു റൂട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെ, നമുക്ക് ഹൈവേ കൂടെ പോകാം. പക്ഷേ ഇവിടും പിന്നെ അങ്ങോട്ടൊരു വെട്ടിക്ക് ടേണിങ്ങൊക്കെ വന്ന് ഒരു ഇടവഴിയിലേക്ക് കൂടെ കയറിയാണ് ഈ അമ്പലത്തിലേക്ക്, നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് വരുന്നത്. കണ്ടാ, എനിക്കിത് ഇവിടെ വരുമ്പോൾ എപ്പോഴും എനിക്ക് മറ്റേ റിലേ കട്ടായി പോണ പോലെ. കാര്യം ഒരു ഇടവഴി കൂടെ കയറി വരും. പക്ഷേ എനിക്ക് കാക്കനാടൊക്കെ മറ്റേ സൊമാറ്റോ ഓടി കൊണ്ട് അവിടേക്ക് ഏത് ഇടവഴി കൂടെ പോകാനും എനിക്കറിയാം. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഇടവഴികളൊക്കെ കാണുമ്പോൾ നമ്മൾ വീട്ടിനകത്തൂടെയും പെരക്കകത്തൂടെ കയറി പോണ പോലെയൊക്കെ തോന്നും. അതുപോലത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ മറ്റേ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലമല്ല, ശിവൻ്റെ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ വഴി ഇതുപോലത്തെയാണ്. ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നതും ഇത്രയില്ല, പക്ഷേ നമ്മൾ നേരെ വന്ന് പെട്ടെന്ന് കയറും. പക്ഷേ ഈ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത് ഇങ്ങനത്തെ ഒരു വഴിയാണ്. ഞാൻ പറഞ്ഞ മാറിപ്പോയി, ശിവൻ്റെ അമ്പലമാണ് ഉദ്ദേശിച്ചത്. കണ്ട, ഇതുപോലത്തെ ഒരു എതിർകൂട്ട് വഴിയാണ്. ഇങ്ങോട്ട് കയറുന്നത് മാത്രം എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ട്, ബാക്കിയെല്ലാം സെറ്റാണ്. നമുക്ക് നേരെ NH പിടിച്ച് നേരെ വരുന്ന ഈ മത്ര വന്ന് മത്രേന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ഒരൊറ്റ റൂട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ റൂട്ട് മാറുന്നത്. അത് പിന്നെ അവിടെ കൂടെ പോകണം. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുമാണ്, നല്ല മുതുക്ക് വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലും ചൂടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ചൂടൊക്കെ കിട്ടിയാണ് വന്നെങ്കിലും നല്ല ചൂടും മഴയൊക്കെ കണ്ടു വളർന്നു വന്ന ആൾക്കാരാണേലും പക്ഷെ ഇവിടുത്തെ ചൂടിന് എന്തോ ഒരു മറ്റേ പൊടിക്കാറ്റും മറ്റേ തീക്കാറ്റ് പോലെ തന്നെ കണ്ടത്. ഇവിടെ എന്തൊക്കെയോ ഒരു വണ്ടി ലോറി കിടപ്പുണ്ട്. മറ്റേ നമ്മുടെ വിൻറ്റേജ് സാധനമാണ് കിടക്കുന്നത്. അത് മാൻ്റെയാണോ മാൻ്റെയോ മറ്റേ ഈ ഫോർഡിൻ്റെയൊക്കെയാണ് ഇങ്ങനത്തെ വണ്ടിയെ കണ്ടുള്ളത്. ഏതിൻ്റെയാണെന്ന് ഞാൻ കണ്ടില്ല. ഫോർഡിൻ്റെയാണെന്ന് തോന്നുന്നു. ഫോർഡിൻ്റെയാണ് മാൻ്റെയാണ് ഈ വണ്ടി. ഈ വിൻറ്റേജ് മോഡൽ മറ്റേ നമ്മുടെ SC ലോറി കൂട്ടിരിക്കുന്ന സാധനം ഏതത്തിൻ്റെ സാധനമാണ്. അപ്പോൾ ഇതാണ് അമ്പലം. നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ശിവൻ്റെ അമ്പലം. പിന്നെ ഇവിടേക്ക് അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നല്ല വെണ്ടയ്ക്ക മുഴുപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് ആൾക്കാർ അങ്ങനെ നമ്മൾ അകത്തോട്ട് പോവുകയാണ്. ഇവിടെ അകത്തും വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ മൈസൂർ പാക്ക്, തേങ്ങ, പിന്നെ മറ്റേ തല്ലി തിന്ന സാധനം. ഇതിൻ്റെ പേരെന്താ, കിവിയല്ലല്ലോ, എന്തോ ഇതിന് പേര് പറയുമല്ലോ. നമ്മുടെ ഹാർട്ട് ഷേപ്പിലാണ് ഇതിനകത്തിരിക്കുന്ന സുനാപ്പി ഇരിക്കണം. നമ്മൾ തല്ലി പിടിച്ചൊക്കെ തിന്നുന്ന സാധനം. ആ സംഭവമാണ് എൻ്റെ കയ്യിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രസാദമായിട്ട് മൈസൂർ പാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് നോട്ട് ചെയ്ത് വെച്ചു. അതുകൊണ്ട് ഈ മൈസൂർ പായും തിന്നുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. നല്ല വിശപ്പുണ്ട്. കാര്യം രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത്.
8:15 എനിക്ക് 9:15 ആയപ്പോൾ ഇറങ്ങിയതാണ് നമ്മൾ. പിന്നെ ദേ ഒരു തേങ്ങ എൻ്റെ കയ്യിലുണ്ട്. ഗൈസ് നിങ്ങളെ കാണിച്ചു കൊതിപ്പിക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇത് കുഴപ്പമില്ല, മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷേ ഇത് നല്ല തേങ്ങേൻ്റെയൊക്കെ ഒരു സാധനം, കൊള്ളാം. തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചു പോയി, അപ്പോൾ കുറേ തിന്നു. പിന്നെ എനിക്ക് മധുരം ഞാൻ പറഞ്ഞ പോലെ പിടിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മധുരം ഓവർ മധുരം പിടിക്കത്തില്ല, എന്നാലും ഇതുപോലത്തെ ലൈറ്റ് മധുരമൊക്കെ സെറ്റാണ്, നമുക്ക് കഴിക്കാം. പിന്നെ ഇതും അധികം കഴിക്കാൻ പറ്റും, നമുക്ക് മത്തടിച്ചു പോകും. എന്തായാലും എനിക്ക് ഇവിടുത്തെ ഏറ്റവും മറ്റേ കൺഫ്യൂഷനാകുന്ന കാര്യം പറഞ്ഞ് ഇതാണ്, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വന്ന് ഇത് പ്രൈവറ്റ് റോഡാണോ മെയിൻ റോഡാണോ അല്ലെങ്കിൽ പബ്ലിക് റോഡാണോ എന്ന് പോലും അറിയാൻ പറ്റിയല്ല. ദൈവം ഇതെന്തൊരു ഇത് ആർമി ബസ്സല്ലേ ഇത് ഇവിടുത്തെ മ്യൂസിയമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കയറിപ്പോയതാണ്. പക്ഷേ ആ റോഡ് ബസ് വണ്ടിയൊക്കെ പോകുന്ന, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ പുള്ളിക്കും കൺഫ്യൂഷനായി നമുക്കും കൺഫ്യൂഷനായി. അതാണ് അവിടെ സംഭവിച്ചത്. അത് മ്യൂസിയം ഈ റൂട്ട് നമ്മളങ്ങനെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ഈ റൂട്ടൊക്കെ കാണുന്നത്. കണ്ട ഇവിടേക്ക് മലയും കുന്നും ഇതൊക്കെയോ വലിയ മറ്റേ എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിൻ്റെയൊക്കെ ആ ഒരു വൈബ് തോന്നാറുണ്ട് ചിലയിടത്തല്ല. അവിടെ വിദൂരത്തിൽ നല്ലൊരു എന്തോ ഒരു സാധനം, മലയും കുന്നും. ഇവിടെ ഈ ഉണക്കക്കുന്നാണ്, അതാണ് നമുക്ക് ഒരുമാതിരി ഇരിക്കണം. വീഡിയോ നോക്കുമ്പോൾ ഒരുമാതിരി ഉണങ്ങിയിരിക്കുന്ന കുന്നും മലയൊക്കെയാണ് കണ്ട. പക്ഷേ ഈ റൂട്ട് അടിപൊളിയാണ്. നിങ്ങൾക്ക് നോക്ക്, രണ്ട് സൈഡിലും മറ്റേ ചെടി, പന, പിന്നെ ഇവിടെ ഈ ഉണക്കക്കുന്ന്, ഈ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന കുന്നു പോലെയാണ് ഇത്. പക്ഷേ നല്ല രസമുണ്ട്. സിറ്റി അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഫുള്ള് ഇതാണ് നമ്മുടെ ഡോൾഫിൻ പാർക്ക്. അതായത് ഇവിടെ മറ്റേ ഡോൾഫിൻ ഈ ഷോ ഉണ്ടല്ലോ, നമ്മുടെ ഡോൾഫിൻ ഷോയൊക്കെ നടത്തുമല്ലോ, അതൊക്കെ ഇവിടെയല്ല, ഇവിടുന്ന് അങ്ങനെ ഏതാണ്ട് ബോട്ടിലെങ്ങാണ്ട് കയറി നമ്മൾ പോകണം. അപ്പോൾ അവിടെ കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. അത് നടക്കുന്ന സ്ഥലം ഇവിടെയാണെന്നാണ് പറയുന്നത്. ഈ ഒരു ഏരിയ ഫുള്ള് മത്ര, അല്ലെങ്കിൽ ഈ അമ്പലത്തിലേക്ക് വന്ന ഈ ഒരു ഏരിയ ഫുള്ള്, അതായത് മത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസാണ്. മസ്കറ്റിലെ ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്ന്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് മെയിൻ പ്ലേസുകളാണ് ഇതൊക്കെ, ഈ മത്രയൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ അതുപോലത്തെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ പാർക്ക്, അതുപോലെ നടക്കാനുള്ള വാക്ക് വേ, പിന്നെ ഈ കടലോ കായലോ, കടലും അത് തന്നെ കടലും പിന്നെ ഈ കൊട്ടാരം, അങ്ങനത്തെ കുറേ. പിന്നെ ഇവിടെ കാണാൻ എനിക്ക് തോന്നുന്നു ഫിഷ് മാർക്കറ്റ്, കിട്ടിലും ഫിഷ് മാർക്കറ്റാണ്. അതും എനിക്ക് തോന്നുന്നു ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. വീണ്ടും മലയും കുന്നും അവിടേക്ക് എന്തൊക്കെയോ വലിയ ബിൽഡിങ്ങാണ്, മിനിസ്ട്രി ലെവൽ ബിൽഡിങ്ങൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്ങൊക്കെയാണ്. അത് കാണാൻ നല്ല രസമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്. അതിന് പ്രത്യേക പെയിൻ്റാണെന്ന് തോന്നുന്നുണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ റോഡും പോകേണ്ട. ഈ റൂട്ട് നമ്മൾ വന്നിട്ടുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുമില്ല. രണ്ട് സൈഡിൽ ഈ ഒരുമാതിരി കുറേ ഉണ്ട്. ഇത് പോലീസിൻ്റെ വണ്ടിയാണ്, അത് ഇവിടുത്തെ ടാക്സിയാണ്. ഇവിടുത്തെ ടാക്സിക്കും ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിക്ക് സെയിം പെയിൻ്റാണ്. സാധാരണ ടാക്സി ഉണ്ട്, ഇതും ടാക്സിയാണ് ഡ്രൈവിംഗ് സ്കൂൾ വണ്ടിയാണോ എന്നറിയത്തില്ല. ഇതേ നമ്മുടെ ഫ്രണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരേ ഇതാണ്. വീണ്ടും മലയും കുന്നും, പിന്നെ സൈഡിൽ കൂടെ പുൽമൈതാന്, നല്ല രസമുണ്ട്. ഈ റൂട്ട് അധികം വരാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിച്ചു വർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കിങ്ങനെ പറയാൻ അധികം വിവരിക്കാനൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ മലാകുന്നെന്ന് പറയുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളും ഇവിടുത്തെ ഈ പോണ റൂട്ടൊക്കെ പൊളിയാണ് കേട്ടോ, അതൊന്നാമത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കുറേ മിനിസ്ട്രി ലെവൽ ബിൽഡിംഗ് ഉണ്ട്. ഇതെന്തൊരു താജ്മഹലോ, കുറേ സാധനങ്ങൾ കണ്ടോ. ഇതും ഗവൺമെൻറ് ബിൽഡിംഗ് ആകാനാണ് സാധ്യത. എനിക്കിതൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഗവൺമെൻറ് ബിൽഡിങ് അത് ഇതെന്നൊക്കെ പറയുന്നത്. നമ്മളിങ്ങോട്ടൊന്നും വന്നിട്ടുമില്ല, അധികം വരാറുമില്ല, എനിക്ക് പരിചയമില്ല. അത് കാരണം നമ്മൾ വായിത്തോന്നണൊക്കെ വിളിച്ച് പറയുന്നതെന്ന് വിചാരിക്കരുത്. ഇവിടേക്ക് ഗവൺമെൻറ് ബിൽഡിങ് കുറേ ഉണ്ട്. ഒന്നാമത് മറ്റേ മിനിസ്ട്രി ലെവൽ മീൻസ് അതിനെന്താ പറയുന്നത്, കൊട്ടാരം മീൻസ് പാലസ് ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. വീണ്ടും മലയും കുന്നും, സൈഡിലെ വഴി. പിന്നെ വെയിലിന് കുറവൊന്നുമില്ല, നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ. കാറിൽ AC ഇട്ടിരിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റാത്തത്. ഇത് കണ്ടോ, ഈ ഇത് കണ്ടോ, രണ്ട് സൈഡിലും മരം, അതുപോലെ നടുക്കൂടെ റോഡ്. ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാറി അല്ലെങ്കിൽ ക്യാമറ കൂടെ എത്രത്തോളം കാണണമെന്ന് അറിയത്തില്ല. പക്ഷെ നേരിട്ട് എനിക്ക് കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോവാം. അവിടെ മല, പിന്നെ ഇവിടെ പന, സൈഡിൽ പിന്നെ മറ്റേ നമ്മുടെ ആ ചെടി, വീണ്ടും മല, സൈഡിൽ പന, അതുപോലെ തന്നെ ചെടി. ഇത് തന്നെയാണ് ഈ റൂട്ട്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഇങ്ങോട്ട് കയറുമ്പോൾ തൊട്ട് കാണുന്ന ഇത് തന്നെയാണ് ഈന്തപ്പന, മല, പിന്നെ ചെടി. ഇത് മാത്രമേ ഉള്ളൂ സൈഡിൽ.
ഇത് കണ്ട എല്ലാത്തിലും ഈന്തപ്പഴം നിറയുണ്ട്. നിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറിക്കാമെന്നൊക്കെ വിചാരിക്കും. പറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിറുക്കിട്ട് കുത്തുമായിരിക്കും ആൾക്കാർ വന്ന്. ഇതൊക്കെ പറിച്ചെടുക്കുമെന്ന് തോന്നുന്നു ആൾക്കാർ. അതോ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുമോ? മറ്റേ ആരൊക്കെയോ പണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈന്തപ്പഴമൊക്കെ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുമെന്ന്. പക്ഷെ ആരും എടുക്കൂലെന്ന്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടതേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഭാഗത്തല്ല, നമ്മൾ അതിൻ്റെ അങ്ങേയറ്റം, ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങേയറ്റം നമ്മൾ അവിടുന്ന് വരുമ്പോൾ അവിടുത്തെ തുടക്കത്തിലാണ് നമ്മൾ അന്ന് വൈകിട്ട് പോയത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വ്ളോഗ് ചാനലിലാണെന്ന് തോന്നുന്നു വന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഫാമിലി ചാനലൊന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് ക്രിയേറ്റ് ചെയ്തത്. സോ ഇപ്പോൾ നമുക്ക് 3 ചാനലാണ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗെയിമിംഗ് ചാനലും വ്ളോഗ് ചാനൽ, ഈ 2 വ്ളോഗ് ചാനലുണ്ട്. പിന്നെ ഫാമിലി കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ചാനൽ. പക്ഷേ ഇപ്പോൾ ഇതിൽ വ്ളോഗാണ് വരുന്നതാണ്. ഭാവിയിൽ വരുമെന്ന് പറയുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ മടി കാരണം ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ഇവിടെയാണ് വന്നത്. നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഇപ്പോൾ വെയിലും ഇതൊക്കെ ആയപ്പോൾ കാണാൻ കൊള്ളത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഒരു 5 മണി 6 മണിയൊക്കെ ചൂടില്ലാത്ത സമയത്ത് എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ ചൂടുള്ള സമയത്ത് ഒരു 6 മണി 7 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാലും നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ മറ്റേ ആൾക്കാരൊക്കെ നടക്കും, മീൻസ് നമ്മുടെ വാക്ക് വേ പോലത്തെ സെറ്റപ്പാണ്. അതായത് ജോഗിങ്ങിനൊക്കെ വരുന്നതാണ്. അതുപോലത്തെ ഒരു സ്ഥലം നമ്മുടെ വാദി കബീറിലേക്ക് കയറുന്ന ആ ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ കാണുന്ന ഇവിടെ മറ്റേ പബ്ലിക് ജിമ്മ്, നടക്കാനുള്ള വാക്ക് വേ, അതുപോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെയും രാവിലെ 8 മണി 9 മണി 8 മണിക്കൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്നും നടക്കാൻ പറ്റില്ല ഈ വെയിൽ കാരണം. നമുക്ക് പറ്റത്തില്ല. മറ്റേ ഇവിടെയുള്ളവർ അങ്ങനെ ആരും നടന്ന് കണ്ടിട്ടില്ല ചൂട് കാരണം. ഇതാണ് ഇന്ത്യൻ സ്കൂള്. നമ്മുടെ ഇടവഴികൾ തേടിയുള്ള സീരീസിനകത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഈ നടന്നു പോകുന്നത്. അപ്പം ഞാൻ ഈ വിദൂരതയിൽ ഹൈവേ എന്ന് പറയുന്ന ആ ഒരു ഹൈവേയാണ് ഈ ഹൈവേ. ആ ഹൈവേയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ചേച്ചി എൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി വീഡിയോ കാണിക്കരുതെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. പിന്നെ ഒരാൾ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.